നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം പലരുടെയും ചോദ്യമാണ്. ഒരു സമയത്തിന് നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടി, പക്ഷെ അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി, അത് നിലനിന്നില്ല. ഇതെന്തുകൊണ്ടാണ്? എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് എന്നുള്ളതിനെക്കുറിച്ച്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഒന്ന് രണ്ട് നിബന്ധനകളുണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. അപ്പം ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഭാഗ്യങ്ങൾ പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് പോകുന്നു, അത് നിലനിൽക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഭാഗ്യങ്ങൾ അത് നമ്മളെ തേടി വരുന്നതാണ്. നമ്മളുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് അത് നമ്മളെ തേടി വരും. അപ്പോൾ തേടി വന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്കൊരു ജോലി കിട്ടാൻ, അല്ലെങ്കിൽ നമുക്കൊരു ഭാഗ്യം, നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു അവസ്ഥയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും. മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, ഉപരി നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കുക. അതായത് ക്ഷേത്രത്തിൽ പോവും, തൊഴുത് പ്രാർത്ഥിക്കും, നമ്മളാൽ കഴിയുന്ന വിധത്തിൽ അർച്ചനകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നടത്തും. ഇങ്ങനെയൊക്കെ നടത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മുന്നോട്ട് പോകാൻ, അതായത് ഒരു ഭാഗ്യം നമ്മളെ തേടി വരും. ചിലപ്പോൾ ഒരു ജോലിയായിരിക്കും കിട്ടുക, ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പെട്ടെന്ന് ഉയർച്ച വരിക, നമ്മുടെ ബിസിനസ്സുകൾ, തകർന്നു കിടക്കുന്ന ബിസിനസ്സുകൾ നമുക്ക് ഉയർത്തിക്കൊണ്ടു പോകാൻ പറ്റുക, നമുക്ക് സ്ഥാപനമാണെങ്കിൽ അത് ഉയർന്നു വരിക, മറ്റേതെങ്കിലും വിഭാഗത്തിലുള്ള തൊഴിൽ മേഖല, അതായത് മറ്റുള്ള ആൾക്കാർക്ക് വെച്ച് തൊഴിൽ ചെയ്യുന്ന മേഖലയാണെങ്കിലും നല്ല തൊഴിലാളികളെ കിട്ടുക, അതുവഴി നമുക്ക് നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാൻ സാധിക്കുക, അതുവഴി വരുന്ന സാമ്പത്തികം, ഇങ്ങനെയൊക്കെ ഒരുപാട് ഭാഗ്യങ്ങൾ വരും. പക്ഷേ ഇതങ്ങോട്ട് വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പഴയതിനേക്കാളും ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ഈ ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്വഭാവ മാറ്റം തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. വന്ന വഴി മറക്കുക. പണ്ടുള്ള ആൾക്കാർ പറയും, നാട് മറന്നാലും മൂട് മറക്കരുത്. അതായത് നമ്മൾ വന്ന വഴി നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു സാഹചര്യം, അതൊരിക്കലും നല്ലതല്ല. അത് നമുക്ക് ഈ ഭാഗ്യങ്ങൾ തന്ന ദൈവത്തിന് പോലും നീരസമുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണത്. നമ്മുടെ പ്രവൃത്തികൾ അത് അതിര് കടന്നു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഗർവുണ്ടാകുന്നു. അതായത് മറ്റുള്ളവരൊന്നും ഇനിയിപ്പോൾ നമ്മൾ വലിയ ആളായിപ്പോയി, ഇനി നമ്മൾ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അഹങ്കാരം നമ്മളിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിന് നമുക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരാൾ വളരെ താഴ്ന്ന നിലയിൽ നിന്നും വന്ന ഒരാളാണ്, വളരെ താഴ്ന്ന നിലയിൽ നിന്നും. അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ദിവസക്കൂലിക്ക് ജോലി ചെയ്ത് വന്നിട്ട് അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഭാഗ്യം ഉണ്ടാകുന്നു. ഭാഗ്യം എന്ന് പറഞ്ഞാൽ കോടീശ്വരനായി അദ്ദേഹം ജീവിച്ചിരുന്ന ജില്ലയിലെ കോടീശ്വരന്മാരിൽ പെട്ടെന്ന് 5-ൽ ഒരാളായിട്ട് മാറി. അത്രയേറെ സമ്പാദ്യം. കാര്യം നാട്ടുകാർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയേറെ ഭാഗ്യം ഇദ്ദേഹത്തിന് വന്നു ചേർന്നോ എന്നുള്ളത്. പക്ഷെ അതിൽ അദ്ദേഹം അങ്ങ് ഒരുപാട് അഭിമാനിച്ചു, ഒരുപാട് അതിനോടൊപ്പം അഹങ്കാരം ഉണ്ടായി. എല്ലാവർക്കും എല്ലാം കൊടുക്കും. അദ്ദേഹം ഒരു ക്ഷേത്രത്തിലേക്ക് ചെന്നാൽ വലിയ നോട്ടുകളാണ് എല്ലാവർക്കും. അദ്ദേഹത്തിന് മുന്നിൽ വന്നൊന്ന് തൊഴുതാൽ മതി, അപ്പോൾ എല്ലാവർക്കും അദ്ദേഹം പൈസ നോട്ട് കെട്ടാണ് എടുത്തിങ്ങനെ കൊടുക്കുന്നത്. നോട്ട് കെട്ടല്ല, കെട്ടെടുത്തിട്ട് അതിൽ നിന്നാണ് ഓരോ നോട്ടുകൾ എടുത്ത് കൊടുക്കുന്നത്. അത്രയേറെ ഒരു ദാനശീലനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദാനശീലം എന്ന് പറയുന്നത് അത് മറ്റുള്ളവരെ കാണിക്കാനായിരുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാനായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. അത് ആരെന്ത് വന്ന് ചോദിച്ചാലും കൊടുക്കും, ചോദിച്ചില്ലെങ്കിലും കൊടുക്കും. ഒരാൾ ഒരു പാവപ്പെട്ടവൻ പോകുന്നുണ്ട്, അവനെ വിളിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അയാൾക്കുള്ള സഹായം ചെയ്യും. പക്ഷേ ഇത് എല്ലാവരും അന്ന് പറഞ്ഞിരുന്നു അയാൾ നാടിൻ്റെ ഒരു അഭിമാനമാണ്, ഒരു നാടിൻ്റെ കണ്ണിലുണ്ണിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അവിടുത്തെ ആ ദേശത്തൊരു പ്രധാന ഒരു ക്ഷേത്രമുണ്ട്, വളരെ പേരുകേട്ട ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലേക്ക് ഉത്സവ സമയത്തിന് ഇദ്ദേഹം വരുന്നു. ഇദ്ദേഹം ആ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. അപ്പോൾ ജനങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. അദ്ദേഹം വന്ന് സാധാരണഗതിയിൽ ഒരു കള്ളിപ്പേശയും ഒരു ബനിയനും ഇട്ട് തലയിൽ കെട്ടുപോയിട്ട് ആ റോഡ് വഴി നടന്ന മനുഷ്യനെ ഇന്ന് അന്നത്തെ കാലത്ത് ഏറ്റവും വില കൂടിയ കാറിൽ യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിനെ കാണാൻ ഒരുപാട് രാഷ്ട്രീയക്കാർ,
സിനിമാ മേഖലയിലുള്ള ഒരു വൻ വ്യവസായികൾ അങ്ങനെയുള്ളവർ വരുന്നു. വാരി വെതറിയാലും തീരാത്ത അത്രയും ധനം, പണം അദ്ദേഹത്തിനുണ്ട്, വന്നു ചേർന്നു. പക്ഷേ ഈ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം വരുന്ന ദിവസം ഒരു നിബന്ധന അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതായത് റോഡിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം നടന്ന് ക്ഷേത്രത്തിൽ വരുന്നത് വരെ വരുന്ന പാതയിലെല്ലാം പൂക്കൾ വിതറി. അദ്ദേഹം വരുന്നതനുസരിച്ച് പൂക്കൾ വാരി ഇങ്ങനെ ഇടണം. ആ പൂക്കളെ കൂടി ചവിട്ടി വേണം അദ്ദേഹം ദേവീ നടയിലെത്താനായിട്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു സാധാരണക്കാരനാണെന്ന് അദ്ദേഹത്തിന് തന്നെ ചിന്തിക്കാൻ പറ്റില്ല. ഞാനൊരു അസാധാരണക്കാരനാണ്, പക്ഷെ ഞാനൊരു സാധാരണക്കാരനിൽ നിന്നുമാണ് ഇങ്ങനെ വന്നത്. അത് ദൈവം തന്നൊരു ഭാഗ്യമാണെന്നും ആ ഭാഗ്യത്തിൽ അഹങ്കരിച്ചാൽ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് ദൈവമെല്ലാം തിരിച്ചെടുക്കും എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഈ അഹങ്കാരം കൊണ്ട് അദ്ദേഹത്തിന് വന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പൂക്കൾ വിതറി ആ പൂപ്പാതയിൽ കൂടി അദ്ദേഹം നടന്ന് ദേവിയെ ഒന്ന് വണങ്ങിയിട്ട് പോയി. ഒരു മാസം പോലും അങ്ങ് പോയില്ല. അതിനു മുമ്പ് അദ്ദേഹം പിടിക്കപ്പെട്ടു എന്നാണ്. പിടിക്കപ്പെട്ടു എന്ന് വെച്ചാൽ ഇന്നൊന്നുമില്ലാത്ത അവസ്ഥയിലായി. പഴയതിനേക്കാളും മോശമായ അവസ്ഥയിൽ ഇന്ന് അദ്ദേഹം ആ പ്രദേശത്ത് തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അഹങ്കാരം എന്ന്, നമുക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാം. ദാനം ചെയ്യുമ്പോൾ ഒരു കൈ കൊടുക്കുന്ന മറ്റൊരു കൈ അറിയരുത് എന്നാണ്. പക്ഷേ എൻ്റെ പക്ഷം അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്ന മറ്റുള്ളവർ അറിയണം. കാര്യം അത് മറ്റൊരാൾക്ക് പ്രചോദനമായാൽ ഒരു പാവപ്പെട്ടവന് കൂടി എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്നുള്ളതാണ്, അതറിയണം. പക്ഷേ അതൊരു അഹങ്കാരത്തിൻ്റെ പുറത്താകരുത്. നമ്മുടെ പേര് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കാനോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് മുണ്ടിനെ മടത്തഴിച്ചിട്ട് സ്വാമി അല്ലെങ്കിൽ ഒന്ന് തൊഴുത് നിൽക്കാനോ ഈ ഒരു ആഗ്രഹത്തോടു കൂടി നമ്മളൊന്നും ചെയ്യരുത്. അതാണ് നമുക്ക് വരുന്ന ഭാഗ്യങ്ങളെ തള്ളുക. ഇത് മാത്രമല്ല, ഈ ഒരു ഗർവ്, അതായത് മറ്റുള്ളവരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ ഈ ഒന്നുമില്ലായിരുന്ന സമയത്തിന് നമ്മളെ ചെറുതായിട്ടെങ്കിലും സഹായിച്ച ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് തൊഴിൽ തന്ന് സഹായിച്ചവർ, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കൊരു 10 രൂപ കടം തന്ന് സഹായിച്ചവർ, ഇവരെ ഒന്നും നമ്മൾ മറക്കരുത്. അതാണ് നമ്മൾ നാട് മറന്നാലും മൂട് മറക്കരുത്, വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കരുതെന്നാണ്. അങ്ങനെ മറന്നാൽ തീർച്ചയായിട്ടും നമുക്ക് തന്നിട്ടുള്ള ഭാഗ്യങ്ങൾ തിരിച്ചെടുക്കും. 1. 2 എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ഭാഗ്യം കിട്ടുന്നത് വരെ, ഒരു അവസ്ഥ നന്നായി വരുന്നത് വരെ നമ്മൾ ക്ഷേത്രത്തിൽ പോയി അടിച്ച് വീണ് പ്രാർത്ഥിക്കും. മനസ്സിലായില്ലേ? പക്ഷേ ഇതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയമില്ല. ക്ഷേത്രത്തിൽ പോകുന്ന സമയമില്ല, വീട്ടിൽ വിളക്ക് കത്തിക്കാൻ സമയമില്ല, ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ സമയമില്ല, ഒന്നുമില്ല. അപ്പം നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് നമുക്കെല്ലാം കിട്ടി, എല്ലാ ഭാഗ്യങ്ങളും കിട്ടി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളേറെ നമുക്ക് ഉയരാൻ പറ്റി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമുക്കൊന്നും വേണ്ട, നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്, അത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ നിലനിർത്തി തരാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോഴും നമുക്ക് ദൈവത്തിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അത് നമ്മൾ ആദ്യം ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചതും നമ്മൾ കരഞ്ഞു വിളിച്ചതും നമുക്ക് സന്തോഷമായി ജീവിക്കാനുള്ള സമ്പത്ത് തരണേ എന്നാണ്. ആ സമ്പത്ത് തന്നു. സമ്പത്ത് തന്നതുകൊണ്ട് മാത്രമായില്ല, ആ തന്ന സമ്പത്തിനെ നിലനിർത്താൻ, അല്ലെങ്കിൽ നമുക്ക് തന്ന ഭാഗ്യത്തെ നിലനിർത്താൻ, അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കി തന്ന ഒരു പേര്, അത് നിലനിർത്താൻ വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ പോയി നമസ്കരിച്ചേ പറ്റൂ. മുൻപ് ചെയ്തുകൊണ്ടിരുന്നതിനേക്കാൾ ഏറെ ശക്തമായിട്ട് നമ്മൾ വീണ്ടും ചെയ്യണം. അതിന് കിട്ടിയല്ലോ, പക്ഷെ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമല്ല, അത് നമുക്ക് ഉപയോഗപ്രദമായ വിധത്തിൽ നമ്മുടെ മരണം വരെയും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ദൈവസഹായം പഴയതിനേക്കാളും നമുക്ക് കൂടുതലുണ്ടായേ പറ്റൂ. നമ്മളെപ്പോഴും നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുക, പറ്റുന്ന സമയങ്ങളെല്ലാം നമ്മൾ ക്ഷേത്രത്തിൽ പോവുക, നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ക്ഷേത്ര കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ധനസഹായങ്ങൾ നമ്മൾ ചെയ്യുക, മറ്റുള്ളവരെ ഇല്ലാത്തവന് കൊടുക്കുക, അതിൽ നമ്മൾ ഗർവ് കാണിക്കാതിരിക്കുക. നമ്മുടെ പേരും പെരുമയും മാത്രം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നന്മകൾ കൂടി ചെയ്യുക, ദൈവത്തിൻ്റെ എപ്പോഴും പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ നന്നായി നമ്മുടെ കഴിവിനനുസരിച്ച് ക്ഷേത്രങ്ങൾ ഉയർത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആരാധനാലയങ്ങൾ ഏത് മതത്തിൽപ്പെട്ടാലും ശ്രമിക്കുക. ആരും ദൈവങ്ങൾ നിലനിൽക്കണം, ദൈവത്തിനോടൊപ്പം നമ്മളും നിലനിൽക്കണം. നമുക്ക് വന്ന സമ്പത്ത് അത് നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായമില്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതായത് നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇത് എന്നും മരണം വരെയും ഇനി ഇത് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളൊരു മിഥ്യാധാരണയാണ് നമ്മൾ പലരെയും നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ പണ്ടുള്ള ആൾക്കാർ പറയുമല്ലോ, എന്താണ്, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അതായത് അവനെല്ലാം കൊടുത്തു, അവനെ മാളിക മുകളിൽ ഏറ്റിക്കഴിഞ്ഞു. പക്ഷേ എന്നാലും ഒരു സന്ദർഭത്തിൽ അവൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട്
അവൻ്റെ ചുമലിൽ മാറാപ്പ് വയ്ക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും ആധാരം, നമുക്ക് നന്മ തരാനും ആ നന്മ നിലനിർത്തി തരാനും ആധാരം എന്ന് പറയുന്നത് നമ്മുടെ ദൈവങ്ങൾ തന്നെയാണ്. അത് യേശുവപ്പനായാലും അത് അള്ളാഹു ആയാലും മഹാദേവനായാലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ, പണം കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിനെ ഒരിക്കലും തള്ളിക്കളയാതിരിക്കുക. അതായത് ദൈവത്തിനെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്താൽ നമ്മുടെ ഐശ്വര്യം നമ്മളോടൊപ്പം നിൽക്കില്ല, അത് നമ്മളെ വിട്ടി പിരിഞ്ഞ് പോവുക തന്നെ ചെയ്യും. എല്ലാവരും ഈ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 നിബന്ധനകളുണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ എന്തെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങളുണ്ട്, അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെങ്കിൽ ഈ നമ്പറിൽ തന്നെ നിങ്ങൾ വിളിച്ചാൽ മതി. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്, ഞാൻ തിരുവനന്തപുരത്താണുള്ളത്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. ഇതെൻ്റെ ഓഫീസിലെ നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ ആയിരിക്കും. നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.